ഹായ്, ഈ കാണുന്നത് എന്താണെന്നല്ലേ, ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം. അപ്പം നമ്മൾ അമ്പനാട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിറങ്ങിയതാണ്. അപ്പം പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിന്ന് നിർത്തി അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അടുത്ത് വന്നപ്പോൾ അത് ചെറിയ വെള്ളച്ചാട്ടമല്ല, നല്ല വലിയൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ ഈ മാമ്പഴത്തറ വഴി പോകുന്ന വഴിയിൽ നല്ല ഒരുപാട് കാഴ്ചകളുണ്ട്. അമ്പനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മഞ്ഞ്. ഇപ്പോഴും ഈ കേരളത്തിൽ അമ്പനാടിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ചെറിയൊരു വീഡിയോ. അപ്പം ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാം. നമുക്ക് വീഡിയോയിലോട്ട് അങ്ങോട്ട് പോയാലോ. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴത്തേന് തന്നെ മഴ ചാറി. അപ്പം നമ്മൾ എല്ലാവരും കൂടെ അടുത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഇനി അടുത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഫുഡ് കഴിക്കണമെന്നാണ് പ്ലാന്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മാമ്പഴത്തറയ്ക്ക് മുമ്പ് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നതുകൊണ്ട് പുറത്ത് നല്ല തണുപ്പുണ്ട്. പിന്നെ ഇതുവഴി പോകുന്നതിൻ്റെ ഒരു ഫീല് അത് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ചെറുതായിട്ട് മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ട് റോഡിൽ. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് യാത്ര ചെയ്യുന്നതിൽ. പിന്നെ ഇപ്പം ചെറുതായിട്ട് മഴ തോന്നിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന വ്യൂ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ആ ദൂരത്തിൽ കാണുന്ന ആ മലയും അതിൻ്റെ മേളിലുള്ള മഞ്ഞും. പിന്നെ രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ ചെറുതായിട്ട് റബ്ബർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ കൈതയാണ്, അതും തൈ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഈ രണ്ട് സൈഡിലെയും കാഴ്ചകൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഞാൻ എത്തി ഇപ്പുറത്തെ സൈഡിലോട്ടും അപ്പുറത്തെ സൈഡിലോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. രണ്ട് സൈഡിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭംഗിയാണ്. പിന്നെ ഇനിയിപ്പം നമുക്ക് മേളിലോട്ട് എത്തിയിട്ട് ബാക്കി അവിടുത്തെ ഭംഗിയൊക്കെ കണ്ടറിയാം. ചീനിപ്പുഴങ്ങും മുളക് ചമ്മന്തിയും ഈ ക്ലൈമറ്റിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫുഡാണ്. ടേസ്റ്റോ ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് മെല്ലെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. ഇങ്ങനെ വരുന്ന വഴിക്ക് നല്ല ഒരു ക്ഷേത്രം കണ്ട്, ക്ഷേത്രത്തിൻ്റെ നടുക്ക് ഒരു ആൽമരവും എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. വരുന്ന വഴിക്ക്
നല്ലൊരു വെള്ളച്ചാട്ടം കണ്ട്. അങ്ങനെ അടുത്ത് വന്ന് നോക്കിയപ്പം വലിയ അപകട നിലയൊന്നുമുള്ള സ്ഥലമല്ല എന്ന് ഉറപ്പായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കുളിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അങ്ങനെ കുളിച്ചിട്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് നമ്മളിപ്പം അമ്പനാട് ഗേറ്റിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ അകത്ത് കയറിയിട്ട് കാണാം. അമ്പനാടിൻ്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സുരേഷ് ചേട്ടനെ കാണാൻ പറ്റി. പുള്ളിക്കാരൻ്റെ കുറച്ച് നേരം സംസാരിച്ചിട്ട് നമുക്ക് നേരെ ഗസ്റ്റ് ഹൗസിലോട്ട് പോകും. അമ്പനാട് ഗസ്റ്റ് ഹൗസിലെത്തി. അപ്പം നമ്മൾ ഇപ്പം ഇതിൻ്റെ അടുത്തുള്ള കുറച്ച് നല്ല നല്ല വ്യൂസൊക്കെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. വന്നിട്ട് നൈറ്റ് നമുക്ക് റൂമിന് അങ്ങനെ തിരിച്ച് നമ്മൾ ഗസ്റ്റ് ഹൗസിലെത്തി. ഇനി നമുക്ക് ഗസ്റ്റ് ഹൗസിനകത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. ആദ്യം കയറി ചെല്ലുന്ന ഒരു ഹാളാണ്. ഹാളിനകത്ത് ഇരിക്കാൻ ഒരുപാട് സ്ഥലവും നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ്. അതിനുശേഷം ഒരു പഴയ വീടിൻ്റെ രീതി, ഒരു പഴയ വീട് തന്നെയാണ്. അതിനകത്ത് ഒരു റൂം, ചെറിയ റൂമല്ല എങ്കിലും അത്യാവശ്യം 2 ബെഡ്, നല്ല സൗകര്യമുണ്ട്. ഒരു 2 പേർക്ക് സുഖമായിട്ട് അത്യാവശ്യം അടിച്ചു പൊളിക്കുക അതിനകത്ത്. പിന്നെ ഒരു ഹാള്, വലിയൊരു ഹാളാണ്, ഡൈനിങ് ഹാളാണ്. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ ഇതൊരു വലിയ റൂമാണ്. എനിക്ക് ഒരുപാട് വലിയ റൂമായിട്ട് തോന്നിയത്. 4 ബെഡ്, ഒരു 2 മേശ, TV, അലമാര, അറ്റാച്ച്ഡാണ്. ഇതിനകത്ത് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റായ റൂമാണ്. ബാത്റൂമും നല്ല നീറ്റാണ്. വലിയൊരു ബാത്റൂമാണ്. നല്ലൊരു ബാത്റൂമാണ്. നല്ല വീതിയും നീളമൊക്കെ ഉള്ളൊരു ബാത്റൂമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിലോട്ടാണ് നമ്മുടെ ശ്രദ്ധ മൊത്തം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരുപാട് ഐറ്റം നമ്മുടെ ചേട്ടൻ അവിടെ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇന്ന് നമ്മളെ ആഹാരം കഴിപ്പിച്ച് അടങ്ങും എന്നുള്ള രീതിയിലാണ്, ഭയങ്കര കുക്കിങ്ങിലാണ്. അങ്ങനെ ഇനി നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കുക, അതാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം. അതിനുശേഷം നമുക്ക് രാവിലെ ഇറങ്ങണം. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡിയായി. എൻ്റെ പൊന്നോ, ഒറ്റ രക്ഷയില്ല. വായിൽ വെള്ളം ഊറിയിട്ട് ഇത് കഴിക്കുന്ന വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് താക്കുക. അതിനുശേഷം നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് ഒരുപാട് പരിപാടിയുണ്ട്. അപ്പം നമുക്ക് രാവിലെ കാണാം. അതിരാവിലെ നടക്കാനിറങ്ങിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ മഞ്ഞിനകത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നൊരു ഫീല് അതിവിടെ വന്നാലേ കിട്ടത്തുള്ളൂ. ഇപ്പം മഞ്ഞ് മാത്രമല്ല, നല്ല കാറ്റും അതുപോലെ തണുപ്പും. അത് പോരാഞ്ഞിട്ട് ഇവിടെ നല്ല ചോര കുടിക്കുന്ന അട്ട ഉണ്ടായതുകൊണ്ട് അതിനെ ശ്രദ്ധിച്ച് മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ. ഈ മഞ്ഞ് വന്ന് ദേഹത്ത് തട്ടുമ്പോൾ ഉള്ളൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഒരു സൈഡിൽ കൂടെ അധികം വന്യജീവികളുള്ള സ്ഥലമൊന്നും അല്ല, എന്നാൽ സേഫായിട്ട് പോയിട്ട് വരാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി തിരഞ്ഞെടുത്തത്. പിന്നെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം നല്ല വിശാലമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചേട്ടൻ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ ഫിനിഷ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങുക. നല്ല ടേസ്റ്റ്, നല്ല മനോഹരമായ ഫുഡായിരുന്നു. കഴിച്ചിട്ടും തീരുന്നില്ല. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് തീർത്ത് നമ്മൾ പാക്ക് ചെയ്ത സാധനം. അപ്പം നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിനോട് വിട പറഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് പോവുകയാണ്. ഇനി പോകുന്നത് ആനച്ചാടി വഴി തകരപ്പര വെള്ളച്ചാട്ടത്തിലോട്ടാണ്. അതുവഴി ഒന്ന് കയറി നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം. ഏകദേശം വൈകുന്നേരമായി.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ഇതിവിടെ എൻഡ് ആവുകയാണ്. എല്ലാ കാഴ്ചകളും കണ്ട് തീർന്നതൊന്നുമില്ല, കാഴ്ച കണ്ട് മതിയായതുമില്ല. വരുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാഴ്ചകളും ഒക്കെ കണ്ടു. പിന്നെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് മാമ്പഴത്തറ ഒരു ഗസ്റ്റ് ഹൗസാണിത്, ഒന്ന് കയറി കാണാം എങ്ങനെയുണ്ട്, അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. വന്നത് വെറുതെ ആയില്ല, നല്ല അതിമനോഹരമായ ഒരു ഗസ്റ്റ് ഹൗസാണ്. ഇനി വരുന്ന സമയത്ത് ഈ ഗസ്റ്റ് ഹൗസിലോട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വരും. ഈ കണ്ട വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതേപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് തിരിച്ചു വരും. ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള, കൊച്ചു കേരളത്തിൽ, അതും കൊല്ലം ജില്ലയിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി കാണുന്നത് വരേക്കും ഒരു ചെറിയൊരു ബായ് പറഞ്ഞതുകൊണ്ട് തിരിച്ചു പോവുകയാണ്.